തെന്നിന്ത്യൻ സിനിമയിലെ മിന്നും താരമാണ് രമ്യ കൃഷ്ണൻ. തെന്നിന്ത്യൻ സിനിമകളിൽ മാത്രമല്ല ബോളിവുഡിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് രമ്യ കൃഷ്ണൻ. സാക്ഷാൽ രജനികാന്തിനൊപ്പം സ്ക്രീൻ പങ്കിടുമ്പോഴും കയ്യടി നേടാനും സ്ക്രീൻ തൻ്റേതാക്കി മാറ്റാനും സാധിച്ചിട്ടുള്ള മറ്റൊരു നടിയുണ്ടാകില്ല. പടയപ്പയിൽ സ്റ്റൈൽ മന്നനെ പോലും സൈഡാക്കിയ രമ്യ കൃഷ്ണന്റെ പ്രകടനം ഒരിക്കലും മറക്കപ്പെടില്ല. ഇന്നും വളരെ സജീവമായി തന്നെ മുൻനിരയിൽ രമ്യ കൃഷ്ണനുണ്ട്. തെന്നിന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാൾ കൂടിയാണ് രമ്യ കൃഷ്ണൻ. തമിഴിലൂടെയായിരുന്നു രമ്യ കൃഷ്ണന്റെ അരങ്ങേറ്റം. 1983 പുറത്തിറങ്ങിയ വെള്ളൈ മനസ്സായിരുന്നു ആദ്യ സിനിമ. പിന്നാലെ 1986 പുലരുമ്പോൾ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലുമെത്തി. അതേ വർഷം പുറത്തിറങ്ങിയ ഭലേ മിത്രുലു ആയിരുന്നു ആദ്യ തെലുങ്ക് സിനിമ. കൃഷ്ണ രുക്മിണിയായിരുന്നു ആദ്യ കന്നഡ സിനിമ. യാഷ് ചോപ്ര സിനിമയായ പരമ്പരയിലൂടെയാണ് രമ്യ കൃഷ്ണൻ ബോളിവുഡിലെത്തിയത്. ഒരേ സമയം തെന്നിന്ത്യൻ സിനിമയിലും ബോളിവുഡിലുമെല്ലാം സജീവമായിരുന്നു രമ്യ കൃഷ്ണൻ. മുൻനിര നായകന്മാരുടെ നായികയായി എല്ലാ ഭാഷകളിലും രമ്യ തിളങ്ങി. 40 വർഷം നീണ്ടുകിടക്കുന്ന രമ്യയുടെ സിനിമാ കരിയർ പകരം വെക്കാനില്ലാത്തതാണ്. ഇത്രയും ദൈർഘ്യമേറിയ കരിയറും ഇപ്പോഴും പ്രാധാന്യം നഷ്ടമാകാതെ നിലനിർത്തുന്നു എന്നതുമെല്ലാം അസാധാരണമാണ്. പടയപ്പ മുതൽ ബാഹുബലി വരെയും ആര്യൻ മുതൽ സൂപ്പർ ഡീലക്സ് വരെയും നീണ്ടു നിൽക്കുന്ന ആ കരിയർ സമാനതകളില്ലാത്തതാണ്. ഓൺ സ്ക്രീനിലെ തന്റെ പ്രകടനങ്ങളുടെ പേരിൽ മാത്രമല്ല, തന്റെ വ്യക്തിജീവിതത്തിന്റെ പേരിലും രമ്യ കൃഷ്ണൻ വാർത്തകളിൽ ഇടം നേടാറുണ്ട്. സംവിധായകൻ KS രവികുമാറുമായുള്ള രമ്യയുടെ പ്രണയം തമിഴ് സിനിമാ ലോകം കണ്ട ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നായിരുന്നു. ഇന്ന് എല്ലാം പഴങ്കഥയാണെങ്കിലും അക്കാലത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചതായിരുന്നു ആ പ്രണയം. 1999 KS രവികുമാർ സംവിധാനം ചെയ്ത പടയപ്പയുടെ സമയത്താണ് ഇരുവരും സുഹൃത്തുക്കളാകുന്നത്. രമ്യയുടെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്ന് പടയപ്പയിലേത്. പിന്നാലെ പാട്ടാലി, പഞ്ചതന്ത്രം എന്ന സിനിമകളിലും ഇരുവരും ഒരുമിച്ച് പ്രവർത്തിച്ചു. അധികം വൈകാതെ ആ സൗഹൃദം പ്രണയത്തിന് വഴിമാറുകയായിരുന്നു. എന്നാൽ ഈ സമയത്ത് രവികുമാർ വിവാഹിതനായിരുന്നു. വിവാഹിതനായിരിക്കെ രമ്യയുമായി രവികുമാർ പ്രണയത്തിലാണെന്ന വാർത്ത വലിയ വിവാദമായി മാറി. ഇതിനിടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ രമ്യ കൃഷ്ണൻ ഗർഭിണിയായതായും ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. തമിഴ് സിനിമാ ലോകത്തെ തന്നെ പിടിച്ചുലച്ച ഗോസിപ്പായിരുന്നു അത്. രമ്യ കൃഷ്ണൻ ഗർഭിണിയായതോടെ രവികുമാർ ആ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഗർഭം അലസിപ്പിക്കാൻ രമ്യ പ്രതിഫലമായി 75 ലക്ഷം രൂപ രവികുമാറിനോട് ആവശ്യപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ തുക അദ്ദേഹം നൽകിയെന്നും അതോടെയാണ് രമ്യ ഗർഭചിത്രം നടത്തിയതെന്നും അക്കാലത്തെ ഗോസിപ്പ് കോളങ്ങൾ പറയുന്നു. എന്നാൽ ഈ വിവാദം രമ്യയുടെയും രവികുമാറിന്റെയും കരിയറുകളെ ബാധിച്ചില്ലെന്നത് ശ്രദ്ധേയമാണ്. രവികുമാറുമായുള്ള പ്രണയ തകർച്ചയ്ക്ക് ശേഷമാണ് രമ്യ സംവിധായകൻ കൃഷ്ണവംശിയുമായി പ്രണയത്തിലാകുന്നത്. 2003 ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു. 2005 ഫെബ്രുവരി 13 രമ്യയുടെയും വംശിയുടെയും മകൻ ജനിക്കുന്നത്. ഋതിക് വംശി എന്നാണ് മകന് രമ്യയും വംശിയും പേര് നൽകിയിരിക്കുന്നത്.